പ്രശാന്ത് സർ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി അടുത്തു തന്നെ കൊല്ലപ്പെടും. കാരണം നമുക്കറിയാം പാകിസ്ഥാനിൽ നടക്കുന്നത് എന്താണെന്ന്. അവിടെ സൈനിക ഭരണം വേണോ, അതല്ലെങ്കിൽ നിലവിൽ അവിടെയുള്ള പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഒരു സർക്കാർ തന്നെ അവിടെ ഭരണം തുടരണോ എന്നൊക്കെയുള്ള സംബന്ധിച്ച് അവിടെ ആഭ്യന്തര കലാപം രൂക്ഷമാവുകയാണ്. അധികാരത്തിന് വേണ്ടിയുള്ള കടിപിടി നടക്കുകയാണ്. മുനീർ എന്ന് പറയുന്ന അവരുടെ ജനറൽ കമാൻഡർ, അദ്ദേഹമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ആസൂത്രണം നൽകിയത്, ഭീകരരെ ഇങ്ങോട്ടേക്ക് അയച്ചത് എന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ. അതൊക്കെ ഏറെക്കുറെ ഇന്ത്യ സ്ഥിരീകരിച്ചതുമാണ്, പാകിസ്ഥാനും അതറിയാം. അതുകൊണ്ട് തന്നെ മുനീറിനെ തൽക്കാലിക ചുമതലയിൽ നിന്ന് മാറ്റി ഷംഷാദ് മിർസയെ വീണ്ടും ജനറൽ കമാൻഡറായി നിയമിച്ചിരുന്നു. പക്ഷെ സുപ്രീം കോടതി ഇടപെട്ട് വീണ്ടും മുനീർ തന്നെ ആയാൽ മതി എന്നൊക്കെ പറയുന്നു. അതൊക്കെ അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷേ ഈ രീതിയിൽ സൈനിക ഭരണം വേണമെന്ന് വാശി പിടിക്കുമ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ജീവന് തന്നെ അപകടത്തിലാണ്, അല്ലെങ്കിൽ അപകടത്തിലാകുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എത്രത്തോളം ശരിയാണ്, അല്ലെങ്കിൽ ഈ പ്രസ്താവനകളെ നമുക്ക് എങ്ങനെ സാധൂകരിക്കാൻ സാധിക്കും? അതിനകത്ത് നീ ഇത് പറഞ്ഞതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. അത് നമുക്ക് പരിഗണിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം പാകിസ്ഥാനകത്ത് വലിയ ആഭ്യന്തര പ്രശ്നമാണ്. പാകിസ്ഥാനകത്ത് ഈ പറയുന്ന മുനീർ, ഷംസാദ് അല്ലെങ്കിൽ ഷംസാദ് ബർഷ അദ്ദേഹത്തെ ഇടയ്ക്ക് വെച്ച് സൈനിക തലവനായിട്ട് തീരുമാനിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന സുരക്ഷാ ഉപദേഷ്ടാവ്, ഈ മൂന്ന് പേരും തമ്മിൽ, പാകിസ്ഥാന്റെ സുരക്ഷാ ഉപദേഷ്ടാവ്, ഈ മൂന്ന് പേരും തമ്മിൽ പാകിസ്ഥാനിൽ ഒരു അട്ടിമറി നടത്താൻ സാധ്യതയുണ്ടെങ്കിൽ അത് നടത്തിയിട്ട് അതിന്റെ തലപ്പത്ത് വരുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിട്ട് ഇപ്പൊ പാകിസ്ഥാനിൽ നിന്ന് തന്നെ രഹസ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് പട്ടാള അട്ടിമറി പല ഘട്ടങ്ങളിലും നടത്തി പട്ടാളത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്ന ആൾക്കാർ പാകിസ്ഥാൻ പിടിച്ചടക്കിയ ചരിത്രം ഏറ്റവും കൂടുതൽ ഉള്ള ഒരു രാജ്യമാണ് ഈ പറയുന്ന പാകിസ്ഥാൻ. പക്ഷെ ഇപ്പം പട്ടാള അട്ടിമറി നടത്താൻ സാധ്യമല്ലാത്ത രീതിയിലേക്ക് പട്ടാളത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പട്ടാളത്തിൽ നമുക്ക് ഉദാഹരണത്തിന് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ മുനീർ എന്ന് പറയുന്ന ആള് ഈ പട്ടാളത്തെ മൊത്തത്തിൽ അദ്ദേഹത്തിന് കൈവച്ചേക്കാൻ പറ്റത്തില്ല. അതിന് ഉദാഹരണം, ഇടയ്ക്ക് വെച്ച് ഒരു യുദ്ധം നടന്നുകൊണ്ടിരുന്ന രാത്രിയിൽ മുനീറിനെ മാറ്റുന്നതിന് വേണ്ടി തീരുമാനിക്കുന്നു. ആര് തീരുമാനിക്കുന്നു? മുനീറിനെ മാറ്റാൻ വേണ്ടി അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ പട്ടാളത്തിനകത്ത് ഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ഈ മുനീറിനെ അറസ്റ്റ് ചെയ്തിട്ട് അത് പിടിച്ചെടുക്കാൻ കഴിയുന്നതും അതിന്റെ കൂടെ അവിടുത്തെ രാഷ്ട്രീയ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ അത്തരത്തിൽ ഉത്തരവാദിത്തമുള്ളവരുടെയും കൂടെ സൈഡും കൂടെ വേണമല്ലോ. അപ്പം ആ സൈഡ് മുനീറിന്റെ കൂടെ ഇല്ല. പക്ഷെ സുപ്രീം കോടതി മുനീറിന്റെ കൂടെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ കൂട്ടുള്ള സുപ്രീം കോടതി, ഇവിടുത്തെ തന്നെ കോടതികൾക്കകത്ത് ചില സമയങ്ങളിൽ നമ്മൾക്ക് അലിഗേഷൻ വരുന്നുണ്ട്. പക്ഷെ അതിനപ്പുറം ഈ കോടതികളെ വരെ വരുതിക്ക് നിർത്താൻ പറ്റുന്ന, അല്ലെങ്കിൽ ചില വ്യക്തി താല്പര്യങ്ങൾക്ക് അനുസരിച്ച് നിർത്താൻ പറ്റുന്ന രാജ്യത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം എണ്ണാവുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അപ്പം അതിനകത്ത് മുനീർ തക്കം പാത്തിരിക്കുന്നു. മുനീറിന്റെ കയ്യിൽ കൊടുക്കാതിരിക്കാൻ ഷംസാദ് തർക്കം പാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റു ചിലർ തക്കം പാത്തിരിക്കുന്നു. ആ രീതിയിലേക്കുള്ള ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു പൊളിഞ്ഞ രാജ്യം അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ടും പട്ടാളമാണോ ഭരിക്കുന്നത്, പട്ടാളത്തിനകത്ത് എത്ര വിഭാഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും അറിയാൻ സാധിക്കുന്നുണ്ടോ, പ്രധാനമന്ത്രിക്ക് അവിടെ വേണ്ട വിലകൾ കിട്ടുന്നുണ്ടോ, അതോ ഈ പറയുന്ന ഭീകരവാദികളാണോ ഭരിക്കുന്നത്, ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ പോക്ക്. അതിന്റെ തന്നെ ഉദാഹരണം നമ്മൾ പറഞ്ഞത്, കഴിഞ്ഞ ദിവസം അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന നമ്മളെല്ലാം കണ്ടാണ്, വൈറലായതാണ്. അന്നേരമാണല്ലോ പറയുന്നത് പാകിസ്ഥാനും സമ്മതിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നു, എന്നെ ഒരു ദിവസം രാത്രി യുദ്ധം തുടങ്ങിയതിനു ശേഷം 10-ാം തീയതി ആണെന്ന് തോന്നുന്നു രാത്രി, ഡേറ്റ് കറക്റ്റ് അറിയത്തില്ല, ഏതായാലും 2-ാമത്തെയോ 3-ാമത്തെയോ ദിവസം രാത്രി ഏതാണ്ട് ഒരു 2 മണി സമയത്ത് പട്ടാള മേധാവി മുനീർ എന്നെ വിളിക്കുന്നു. നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള എയർപോർട്ടുകളും അല്ലെങ്കിൽ സൈനിക താവളങ്ങളും ഉൾപ്പെടെ ഇന്ത്യ വളരെ വലിയ വലുപ്പത്തിൽ ആക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പം അതൊരു വല്ലാത്ത സാഡ് ന്യൂസ് ആയിരുന്നു. എന്നിട്ട് ഞാൻ രാവിലെ ഒരു 7 മണിക്ക് സ്വിമ്മിംഗ് പൂളിൽ കിടന്നപ്പോൾ എന്നെ വിളിച്ചറിയിക്കുന്നു, തിരിച്ചടി കൊടുത്തിരിക്കുന്നു, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ മൊത്തവും ആക്രമിച്ച് വലിയ വലിപ്പത്തിൽ കാഷ്വാലിറ്റി ഉണ്ടാക്കിയിരിക്കുന്നു, എനിക്ക് വലിയ സന്തോഷമായി. അപ്പൊ ഇത് ശരിയാണെന്നുള്ള രീതിയിലേക്ക്, വ്യക്തത വരുന്ന രീതിയിലേക്ക് അദ്ദേഹം അവിടുത്തെ ജനങ്ങളെ, അല്ലെങ്കിൽ വലിയൊരു ക്രൗഡ് ഉണ്ട് അതിനകത്ത്. നമ്മൾ നോക്കുമ്പോൾ പട്ടാള മേധാവികളൊക്കെ വലിയ ഉടുപ്പും 27 വാഡ്ജും ഒക്കെ ഇട്ടിരിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പൊ അതേ രീതിയിലൊക്കെയുള്ള ഒരു സദസ്സായിരിക്കും. ആ സദസ്സിൽ പോലും യഥാർത്ഥത്തിൽ നടന്ന കാര്യം അറിയാൻ സാധിക്കാത്ത പാക് പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു ധരിപ്പിച്ചത് മാത്രം സാധിക്കാനും വേറെ ഡേറ്റാസ് ഉപയോഗിച്ച് പരിശോധിക്കാനും, അല്ലെങ്കിൽ ഇന്ത്യയുടെ കൂട്ടി രഹസ്യാന്വേഷണ സംവിധാനത്തിൽ കൂടി അത് അറിയാനും സാധിക്കാത്ത ഒരു പ്രധാനമന്ത്രിയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
അതായത് ഇവിടെ ഒന്നും സംഭവിക്കാത്തപ്പോൾ മുനീർ എന്ന് പറഞ്ഞവൻ പല കള്ളത്തരങ്ങളും നടത്തുകയും രാജ്യത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ഈ പറയുന്ന പഹൽഗാം ആക്രമണത്തിൽ കൂടി ആ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് സാധ്യത ഉണ്ടാക്കി കൊടുത്തതായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് മുനീർ. അത് മനസ്സിലാക്കിയാണ് അയാളെ മാറ്റുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. കാരണം ഈ രാജ്യത്തെ ഈ രീതിയിൽ ഇപ്പം ആക്കി തീർക്കുന്നതിന് സ്വന്തം താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഭീകര ആക്രമണം നടത്തി ഭീകരാക്രമണത്തിന്റെ റിഫ്ലക്ഷൻ എന്നുള്ള രീതിയിൽ ആ രാജ്യം നശിക്കുന്ന രീതിയിലേക്ക് പോയി. അപ്പോൾ അയാളെ മാറ്റുന്നതിന് വേണ്ടി അവിടുത്തെ പട്ടാളത്തിനകത്തും ജനരോക്ഷവും അയാൾക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഇപ്പം ഈ അട്ടിമറി നടത്താതെ നിൽക്കുന്നത്. അയാളെ മാറ്റി നിർത്തിയിട്ട് ഈ പറയുന്ന സൈനിക തലവനെ മാറ്റിയപ്പോൾ അതിന് ഒരുപക്ഷെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രധാനമന്ത്രി തയ്യാറായപ്പോൾ അയാൾക്ക് സ്വാധീനമുള്ള സുപ്രീം കോടതി വെച്ച് വീണ്ടും അയാൾ അധികാരത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഏതൊരു തക്കം പാർത്താലും മുനീർ പ്രധാനമന്ത്രിയെ കൊല്ലുന്നതിനും മുനീറിനെ ഷംസാദ് അല്ലെങ്കിൽ കൊല്ലുന്നതിനും അല്ലെങ്കിൽ ഉപദേഷ്ടാവ് കൊല്ലുന്നതിനും അത്തരത്തിലേക്ക് പരസ്പരം ആരാദ്യം കൊല്ലപ്പെടും, ആരുടെ കയ്യിലേക്ക് അധികാരം പോകും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു വാർത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഇദ്ദേഹം കൊല്ലപ്പെടുമ്പോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത അവിടുന്ന് തന്നെ വന്നതാണ്. അത് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇതുപോലെ തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി കൊല്ലപ്പെട്ടു ഒരു ബോംബ് സ്ഫോടനത്തിൽ, അല്ലെങ്കിൽ മുനീർ കൊല്ലപ്പെട്ടു, അല്ലെങ്കിൽ ഈ പറയുന്ന സുരക്ഷാ ഉപദേഷ്ടാവ് കൊല്ലപ്പെട്ടു. ഏതായാലും അവർക്ക് പരസ്പരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ഇമ്രാൻഖാനെയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ മുനീറിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് മറ്റു രീതിയിലേക്ക് അവിടെ പരസ്പരം കൊന്നു തീർക്കുന്ന രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ്. മുനീർ എന്ന് പറയുന്ന ആളിന്റെ കയ്യിൽ പാകിസ്ഥാൻ ചെന്ന് കഴിഞ്ഞാൽ താലിബാൻ ഭരണത്തിന്റെ കൂട്ടുള്ള ഒരു ഭരണത്തിലേക്ക് പാകിസ്ഥാൻ പോകും. കാരണം അവിടെ പിന്നെ ഒരു ഇലക്ഷനോ അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ ഇപ്പൊ പറച്ചില്ലെങ്കിലും ജനാധിപത്യം. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ നടന്നു, ഭൂരിപക്ഷം വന്നത് പാർട്ടി ഇമ്രാൻഖാന്റെ പാർട്ടിയാണ്. അയാൾ ഭരിക്കുന്നതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ പട്ടാള ആൾക്കാരും മറ്റവരും എല്ലാം കൂടെ അതിനകത്ത് തെരുമേരി ഉണ്ടാക്കി അവരുടെ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു പ്രധാനമന്ത്രിയായി ഇപ്പൊ ഇരിക്കുന്നത്. അപ്പം ഈ അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രിയെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അവസരോചിതമായിട്ട് ആ പ്രധാനമന്ത്രി അവിടെ നിന്ന് മാറ്റി പിടിച്ചെടുത്ത് ഒരു അറസ്റ്റ് ചെയ്തിട്ട് വീണ്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നു, അല്ലെങ്കിൽ പട്ടാള അട്ടിമറി നടത്തുന്നതിന് വേണ്ടിയൊക്കെയാണ്. അപ്പം ഇപ്പൊ അതിനകത്ത് അത് സാധ്യമല്ലാതെ ഇരിക്കുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വിഷയമാണ്. ബലൂചിസ്ഥാൻ വിഷയം, പഞ്ചാബ് പ്രവിശ്യയിൽ വിഷയം, അല്ല രാജ്യത്തിനകത്ത് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്, സൈന്യത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്, സൈന്യത്തിനകത്ത് ഒത്തൊരുമയില്ലാത്തതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സൈന്യം ഒന്നിച്ച് ആരുടെയും കൂടെ നിൽക്കുന്ന ഒരു അവസ്ഥയില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പട്ടാള അട്ടിമറി പ്രഖ്യാപിക്കാൻ മുനീറിനോ ഷംസാദിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഉപദേഷ്ടാവിനോ ഒന്നും സാധിക്കാത്തത്. ഇതിപ്പോൾ വളരെ സൈലന്റ് ആയിട്ട് മുനീറിന്റെ ഭാഗം, മുനീർ ഒരു ക്രിമിനൽ ആണ്. ISIയുടെ തലപ്പത്ത് ഇരുന്നിട്ട് വളരെ കൃത്യമായിട്ട് വളരെ എളുപ്പത്തിൽ സൈന്യ തലവനായുള്ള അയാൾ ക്രിമിനൽ ആണ്. അയാളുടെ ചിന്താഗതി മൊത്തം നമ്മൾ ഈ പറയുന്ന പോലെ ടെററിസ്റ്റുകളുടെ കൃത്യം ചിന്താഗതി. സൈന്യ ഉദ്യോഗസ്ഥനൊന്നും വെൽക്കാൻ പറ്റും. ബില്ലാദിന്റെ ഒക്കെ കൂട്ട് ഏത് വിധേനയും അദ്ദേഹത്തിന്റെ ഒരു ആശയത്തിനും താല്പര്യത്തിനും വേണ്ടി ആൾക്കാരെ കൊല്ലുന്നതിനോ അതിന് സാഹചര്യം കിട്ടിയാൽ അത് നടത്തുന്നതിനോ ഒക്കെ താല്പര്യമുള്ള ആളാണ്. വലിയ വിശാലതയിലുള്ള ചിന്തയോ മറ്റു കാര്യങ്ങളോ ഉള്ള ആളല്ല, ഒരു കുടില ബുദ്ധിക്കാരനാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ജീവന് ഭീഷണിയുണ്ട്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ മുനീറിന്റെ ജീവനും ഭീഷണിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ ആരാദ്യം തീരും എന്നായിരിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരിക്കേണ്ടി വരുന്നത്. അതായത് അത്തരത്തിലുള്ള ഒരു ആഭ്യന്തര പ്രശ്നം ഈ പറയുന്ന പ്രധാനമന്ത്രിയുടെയും സൈനിക തലവന്മാരെയും അല്ലെ സുരക്ഷാ ഉപദേഷ്ടാവിന്റെയും ഒക്കെ ഇടയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതാണ് പാകിസ്ഥാനിലെ സൈനിക തലവന്മാർ, സുരക്ഷാ ഉപദേഷ്ടാവ്, പ്രധാനമന്ത്രി, ഒരു രാജ്യത്തിന്റെ നെടും തൂണായി നിൽക്കുന്ന 3 പേരാണ്. ആ 3 പേർ തമ്മിൽ ആഭ്യന്തര കലാപമാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇഷ്യൂസ് ആണ്. രാജ്യത്തെ സംരക്ഷിക്കേണ്ട 3 പേർ തമ്മിൽ പോരടിക്കുന്ന കാഴ്ച, അത്തരം വാർത്തകളാണ് പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ പാക് പ്രധാനമന്ത്രിയുടെ ഒരു മരണ വാർത്ത അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വൈകാതെ തന്നെ ലോകം കേൾക്കേണ്ടി വരും എന്നുള്ള രീതിയിലേക്ക് എത്തുന്നത്. വ്യക്തമാണ്. താങ്ക് യു സർ.